അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദാക്കിർ ഭായി നമ്മൾ പരിചയപ്പെടുന്നത് ചൈനയിൽ വെച്ചിട്ടാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലേ? അതെ, ചൈനയിൽ ഞങ്ങളൊരു ഫാക്ടറിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മലയാള ശബ്ദം കേട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അവിടെ നിന്ന് ഇത് പരിചയപ്പെട്ടത്. അങ്ങനെ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചത്. പക്ഷേ ഞങ്ങൾ അതിന് മുമ്പ് എക്സിബിഷനിൽ കണ്ടു. അത് സ്പോർട്സ് ഷൂസിൻ്റെ ഒരു സ്റ്റാളിൽ വെച്ചിട്ട് കണ്ടു. പക്ഷേ ഞാൻ ഇങ്ങനെ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾ നമ്മളങ്ങോട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമായി. പിന്നെ നമ്പർ ചോദിച്ചു. അപ്പോൾ നമ്പർ അടിച്ചപ്പോൾ എൻ്റെ നമ്പർ ആൾറെഡി നിങ്ങൾ സേവ് ഉണ്ടായിരുന്നു. നിങ്ങൾ നമ്മൾ ആൾറെഡി കസ്റ്റമറാണ് ആൾറെഡി. അങ്ങനെയാണ് ആ ബന്ധം ഇന്നും എന്ത് ചെയ്യുന്ന ഈ സീറ്റിലേക്ക് എത്താനുള്ള ഒരു വലിയൊരു കാരണം അത് തന്നെയാണ്. അൽഹംദുലില്ലാഹ്, വലിയൊരു സന്തോഷം. കാരണം ഈ ഒരു ബന്ധം നമ്മൾ ഓഫീസ് വരെ എത്തിച്ചല്ലോ, വലിയൊരു സന്തോഷമല്ല. അപ്പോൾ എന്താണ് ദാക്കിർ ഭായിന്റെ ഒരു അഭിപ്രായം ചൈനയെ പറ്റി? ഒരു ബിസിനസ്സുകാർക്ക് കൊടുക്കാനുള്ള ഒരു ബിസിനസ് തുടങ്ങുന്നവർക്ക്, അതായത് നമ്മളെ ഇതിൽ വീഡിയോ കാണുന്ന ആൾക്കാരായാലും നമ്മളെ സുഹൃത്തുക്കളായാലും ബിസിനസ്സായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്ത് രീതിയിലുള്ള ഉപദേശങ്ങളാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ഉപദേശം കൊടുക്കുമ്പോൾ ചൈന എന്ന് പറഞ്ഞാൽ വൈഡ് മാർക്കറ്റ്, എന്തും ചെയ്യാം. എക്സിബിഷനൊക്കെ പോയി കഴിയുമ്പോൾ ഏതാൾക്ക് എന്നാലും തോണ്ടിയാൽ കിട്ടുന്ന ഒരു സാഗരമാണ്, ഒരു കടലാണ് ശരിക്കും. ഏത് പിന്നെ പിടിക്കണം, നമ്മൾ എന്ത് ചെയ്യണം? അവർ ഡിസൈഡ് ചെയ്യണം എനിക്ക് ഇന്നത് വേണം, അത് അവിടെ തപ്പിയാൽ കിട്ടും. കുറച്ചൊരു മൈൻഡും കുറച്ചൊരു സ്കില്ലുള്ള ആൾക്കാർ ചൈനയിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനൊക്കെ ചൈനയിൽ പോയിട്ടാണ് രക്ഷപ്പെട്ടത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുന്നതാണെങ്കിൽ ചൈനയിൽ രക്ഷപ്പെടുന്നത് വെച്ചാൽ അങ്ങനെയല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുന്നതാണെങ്കിൽ ഞാൻ മുമ്പ് ചൈനയെക്കാട്ടും കൂടുതൽ ഇന്ത്യ പർച്ചേസ് ചെയ്തത് കൂടുതൽ. ചൈനയിൽ ഇറങ്ങിയപ്പോൾ പിന്നെ ഇന്ത്യ ഇപ്പോൾ എന്താക്കി, ഇപ്പോൾ ഒരു 10% സാധനങ്ങളാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. 90% ചൈനയാണ്. മുമ്പ് 100% ഇന്ത്യ ആയിരുന്നു. അപ്പോൾ അത് ചൈനേൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെ ഒരു അഭിപ്രായം എന്താണ് അതിനെ പറ്റിയിട്ട്? എൻ്റെ സംബന്ധിച്ച് പറയുന്നത് ചൈന മാർക്കറ്റ് ഞാൻ 1919 ചൈനയിൽ പോയി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ചൈന മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും ക്വാണ്ടിറ്റിക്ക് കൊണ്ടുവരാൻ പറ്റും. ഹോൾസെയിലർക്ക് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റും ആ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാം. ഇന്നെന്ന് പറഞ്ഞാൽ ചൈന നമ്മളിവിടുത്തെ നമ്മൾ ഹോൾസെയിലർ മാർക്കറ്റ് മറ്റ് ചെറിയ ചെറിയ സാധനങ്ങളും അവിടെ ഡയറക്റ്റ് ഫാക്ടറിനായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ കുറച്ചും ട്രേഡിംഗ് കമ്പനിക്കാർ. അവിടെ ചൈനയിലാന്ന് പറഞ്ഞിട്ടുള്ള എക്സിബിഷൻ്റെ ഉള്ളിലൊക്കെ ട്രേഡിംഗ് കമ്പനികൾ. ആ ട്രേഡിംഗ് കമ്പനി അവർ മേടിക്കുന്നു, നമ്മളെ പോലത്തെ ഹോൾസെയിലറിൽ നിന്ന് മേടിക്കുന്നു. സെയിം ആയിരിക്കും മോഡൽ ഇത് കിട്ടണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. കണ്ടതിൽ സന്തോഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.